ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലോ തനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേർജിനിറ്റി നഷ്ടപ്പെടാത്ത ശ്യാമള കോമള തീരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റിയലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വെറും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോരാ, ഇറ്റ്സ് ലൈക്ക് എ പ്രിറ്റി വോളപ്റ്റസ് യങ് വുമൺ. കല്ലിലടിച്ച് കീറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മുതലാളി വരുന്നുണ്ടെന്നാ തോന്നാ. ഓ വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശാന്തസുന്ദരമായ കായൽ, കായലിനപ്പുറം മലനിര, അതിനുമപ്പുറം വള്ളിക്കുന്ന് പുഴ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാണയമേ വിശേഷങ്ങൾ? ഞങ്ങളുടെ മാവേലി തമ്പുരാനല്ലേ വന്നേക്കണേ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഈ അടിയങ്ങൾക്കുള്ളത്? ഇവരൊക്കെ ആരാ മുതലാളി? ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ചു ദിവസം നമ്മളുണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര? കമോൺ മേശരി, ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോളാം. ചന്ദ്ര, കൂട്ട കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന് കണിശ. എന്താ അതെ അതെ, തോമാച്ചൻ ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണല്ലേ. ഒക്കെ വെറും പാവങ്ങളാ, ശുദ്ധഗതിക്കാര്. അവരുടെ ദൈവമാണ് തോമസ് സാറല്ലേ? അതെന്റെ പ്രവൃത്തിയുടെ ഗുണമാ. ഞാൻ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ ദാ ആ ബെഡ്റൂം നിങ്ങൾക്ക് എടുക്കാം. AC ഉണ്ടോ? ഈ ഗ്രാമം മുഴുവൻ സെൻട്രലൈസ്ഡ് AC-യാ. ഫാന്റെ പോലും ആവശ്യമില്ല. ജനാലെ അങ്ങോട്ട് തുറന്നിട്ടാൽ അസല് കാറ്റാ പുഴയെന്ന്. ചന്ദ്ര, എന്തോ? ആ പെട്ടികളങ്ങ് തെക്കേ മുറിയിലോട്ട് വെച്ചേക്ക്. ശരി മുതലാളി. അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്ത് വേണമെങ്കിലും ആവാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, അല്ലേ മിസ്ത്രി? അത് പിന്നെ പറയാനുണ്ടോ? എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഈ റൂമാകെ ഡസ്റ്റ് ആണല്ലോ. ഡോൺ വെറി, അതൊക്കെ നമുക്ക് ഉടനെ ക്ലീൻ ചെയ്യിക്കാം. വിനോദയല്ലേ? ഓക്കെ. എന്താ മേസ്ത്രി ഇത്? ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ? ഞാനും ചന്ദ്രനും കൂടെ ഒക്കെ അടിച്ചു തുടച്ചതാ. എന്നാ കുറച്ചു ദിവസമായി. തെങ്ങ് കയറിക്കണേന്റെ തിരക്കിനിടയ്ക്ക് ആ ഭവാനിയമ്മ എന്തേ? ഭവാനിയമ്മയ്ക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസ്കതിയുണ്ടേ. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചേപ്പിച്ചൂടായിരുന്നോ? പണിക്കാരെ കിട്ടുന്നപ്പോ വലിയ പാടാ. വിനോദിന്റെ ഭാര്യ ഒരു കോടീശ്വരന്റെ മോളാ. നമ്മുടെ ഗസ്റ്റുകളായിട്ട് അവരെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഭവാനിയമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഓ ആ, എന്റെ സങ്കടം ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമാനം ഉണ്ടാക്കടി സരു. ഞാനല്ലേ പറയണേ. മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ട ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 ഉറുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കുടിയെ കൊണ്ടുതരാം. അളിയൻ അടങ്ങ് കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനിയൊരു അവധി ശിവൻകുട്ടി കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആഫീസിനടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്നറിയാവോ? എനിക്കതൊന്നും കേൾക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനായി ഈ ശിവൻകുട്ടി. വെള്ളം ഉണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാ നെറ്റിമേ പോരാൻ ഒരു തൊട്ടുപടില്ല. ഇല്ലെങ്കിൽ വേണ്ട. ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. സരോജത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നാണക്കേടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലുടെ കുത്തി എന്തിനാ ഇങ്ങനെ നാറ്റിക്കണത്? നാറ്റിക്കടി, നിങ്ങളെ ഒക്കത്തിനെയും ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ.
കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല അളിയ, എന്റെ ഒരു അബദ്ധം കൂടി അളിയൻ കേക്ക്. അളിയൻ പോയോ കൃഷ്ണേട്ടാ? ശിവൻ പോയി രാമു. ആരാത്? രാഘവ മേസ്ത്രിയാ? അതെ, ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. എന്തു പറ്റി? സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണുകയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ? വെറുതെ തുള്ളിച്ചാടി നടക്കുകയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുപൊട്ടം കളക്ടറുടെ അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ തെണ്ടി. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടല്ലെങ്കിൽ പോണ്ട, മേസ്ത്രി പൊയ്ക്കോളൂ. എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു, സമാധാനമായി. രാമുവേ, അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിന് തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജറെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസ്സാക്കി. നേരാണോ കൃഷ്ണേട്ടാ? തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടുമോ? കിട്ടുവോന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി. 5000 അല്ല 5 കോടി ലോൺ കിട്ടും. ആരാ? ശിവരാമനാ? ആ, ഞാൻ XMB തോമസ് ചാക്കോ. അതെ, നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ 8ാം വാർഡിലെ രാമു എന്നൊരു ബ്ലൈൻഡ് ഒരു ലോൺ ആപ്ലിക്കേഷൻ തന്നിരുന്നല്ലോ. അതെന്തായി? വകുപ്പും നിയമമൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ മനുഷ്യർ ഉപദ്രവിക്കാൻ വേണ്ടിയല്ലല്ലോ. എടോ, കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ മുതലാളിമാർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലോൺ കൊടുത്ത് മുടിക്കുന്ന ഒരു ബാങ്ക് അതൻ്റെത്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്തന് കൊടുക്കുന്ന ലോണാ. 5000 രൂപ തനിക്ക് പുണ്യമെങ്കിലും കിട്ടും. തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ടല്ലോ. അതോ ഇനി തനിക്ക് പോക്കറ്റ് പണി കിട്ടാഞ്ഞിട്ടാണോ? ആ അത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ അത് ഉടനെ ഒന്ന് പാസ്സാക്കി കൊടുക്ക്. മതിയല്ലോ. മതിയോന്നോ? ഇത് ധാരാളം. ഈ ഉപകാരത്തിന് സാറിനോട് എന്താ പറയണ്ടേന്ന്? ഒന്നും പറയണ്ട. ആരുടെ ഔദാര്യം അല്ലത്, നിനക്ക് കിട്ടാൻ അർഹത ഉള്ളതാ. ഞങ്ങൾ ഇറങ്ങണ്ടേ? ഓ, വാടാ. ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വില കൂടിയ സെന്റിന്റെ മണം. ഡൽഹിയിൽ നിന്ന് വന്ന വിനോദിന്റെ ഭാര്യ ജയന്തി. ആ. ഇത് രാമു, നമ്മുടെ ഭവാനിയമ്മയുടെ മോന. നല്ല അസലായിട്ട് പാടും. പാടുക മാത്രമല്ല, പാട്ടെഴുതും. അതിന് ഈണവും ഉണ്ടാക്കും. പാട്ടെഴുതിയേ? അതെങ്ങനെ? മനസ്സിൽ കുത്തിക്കുറിക്കും, പിന്നെ അങ്ങോട്ട് പാടും. എന്തിനെ കുറിച്ചാ പാടുന്നേ? ദൈവങ്ങളെ കുറിച്ച്, പിന്നെ ഈ സുന്ദരമായ ഭൂമിയെ കുറിച്ച്. മൈ ഗോഡ്, ഐ കാൻ ബിലീവ്. ഒന്നും കാണാതെ പിന്നെ ഇതൊക്കെ എങ്ങനെ എഴുതുന്നേ? വിരലോണ്ട് തൊട്ട് അവനെല്ലാം അറിയാം. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, പുഴ, മഴ, മഴവില്ല്, പിന്നെ ഈ കാറ്റും വെയിലൊക്കെ നമുക്ക് അറിയാലോ. ആഴ്ചപ്പതിപ്പ് വരുന്ന കവിതയും നോവലും ഒക്കെ ഞാൻ വായിച്ചു കൊടുക്കും. അതെ അതെ. പിന്നെ എന്റെ വാസന്തി വർത്താനം പറയണ പ്രായമായപ്പോ അവൾ ഓരോന്ന് പഠിപ്പിക്കും. വാസന്തി വിരലോണ്ട് എന്റെ പുറത്ത് എഴുതിയ എനിക്ക് മനസ്സിലാവും. പിന്നെ കുറെ ഇംഗ്ലീഷ് വാക്ക് അറിയാം. നീ ഒരു പാട്ട് പാടി കേൾപ്പിച്ചേ. കയ്യിലുള്ളതൊക്കെ പഴയ സ്റ്റോക്കാ. പുതിയതൊരെണ്ണം എഴുതിയിട്ട് ഒരു ദിവസം പാടാം. ഇന്നിപ്പം മനസ്സിന് സുഖമില്ല. പോട്ടെ സാറേ. പിന്നെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ഐസക് ജോൺ വരുന്നുണ്ട്. അമേരിക്കന്നാ. പുള്ളിക്കാരൻ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാ. വരുമ്പോ നീ ചെന്നൊന്ന് കാണണം. ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് കാഴ്ച കിട്ടില്ലെന്നാ പലരും പറയണേ. ആളുകൾ പറയുന്നൊന്നും നീ കേൾക്കണ്ട. ഡോക്ടർ വരട്ടെ, ഞാൻ അറിയിക്കാം. ആ കൃഷ്ണനായരെ, ഓ, ആ ലോണിന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഉവ്വ്. ആ, പോകാം. എന്നാ ബേബി രാമു, കോതോർബിൽ ഹൗസ് അല്ലേ? അതെ. മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചൊന്നുമല്ല. ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ടേ. അതൊന്നും നോക്കാതെ പണം എടുത്ത് തന്നാ റിട്ടയർഡ് ആകുമ്പോ ചിലപ്പോ ബാക്കിയുള്ളവന്റെ പെൻഷൻ വെള്ളത്തിലാവും. തോമസ് സാറിനെ പോലെ ഞാൻ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളൊന്നുമല്ല. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവന്റെ നിവൃത്തികേട് കൊണ്ടാ. എന്റെ അളിയനായതുകൊണ്ട് പറയല്ല, കണ്ണില്ലാത്തൊരു പാവത്തിനെ സഹായിച്ച സാറിന് 100 പുണ്യം കിട്ടും. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് ഞങ്ങളുടെ.
നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ നാട് കടത്തും. വകുപ്പിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റിയ സർക്കാർ കൊങ്ങയ്ക്ക് പിടിക്കും. എന്താ ചെയ്യ? കുരയ്ക്കേം വേണം, വാലാട്ടയും വേണം. ദാ ഇവിടെ ഒന്ന് ഒപ്പിടും. കിട്ടിയോ കൊച്ചേട്ടാ? കിട്ടി. അമ്മേ, ലോണിന്റെ പൈസ കിട്ടിയെന്ന്. തോമസ് സാറ് വിളിച്ചു പറഞ്ഞ നടക്കാത്ത കാര്യമുണ്ടോ ഈ ഇന്ത്യ മഹാരാജ്യത്ത്? എന്നിട്ടും ആ മാനേജർ ഒന്നും മടിച്ചു. പിന്നെ മുഖത്ത് നോക്കി ഞാൻ 4 മൊഴി പറഞ്ഞപ്പോഴാ അയാള് പണപ്പെട്ടി തുറന്നേ. അത് ശരിയാ. അതെ അതെ, ഇത് കിട്ടാൻ ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇല്ലേ? പൈസ കിട്ടിയല്ലേ മക്കളെ? ദേ അമ്മ വന്നു. ഇനി അളിയൻ പറഞ്ഞ ചടങ്ങാവല്ലോ അല്ലേ സരോ? അമ്മേ, അമ്മയുടെ കൈ കൊണ്ട് തന്നെ തളിന് കൊടുത്തരേ. ശിവൻകുട്ടി, ഇത് മുഴുവൻ ഇപ്പൊ തന്നെ നിനക്ക് വേണോ? ദേ ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തെ. അളിയൻ എന്താ പറഞ്ഞ? വീട്ടിൽ വന്നാൽ ഉടനെ പോ. വേണ്ട അമ്മേ, കൊടുത്തേക്ക്. സരോജത്തിന്റെ കടം മുഴുവൻ അങ്ങ് തീർത്തെ. അതല്ലെങ്കിലും എന്റെ പൊന്നളിയൻ അങ്ങനെയേ പറയൂ. അതുകൊണ്ടാ എന്റെ അളിയൻ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം അല്ലേ? അമ്മേ, ഐശ്വര്യമായിട്ട് അത് കണ്ടു തന്നെ. അളിയ, ഇനിയെങ്കിലും സരോജത്തിനെ കണ്ണീര് കുടിപ്പിക്കില്ല അളിയ. ചങ്കുക്കുർത്തുന്ന വർത്തമാനം പറയല്ലേ അളിയ. ഞാൻ ഈ രൂപ വാങ്ങിച്ചത് ആർക്കു വേണ്ടിയാ? എന്റെ വൈഫ് സരോയ്ക്ക് വേണ്ടി. ശിവൻകുട്ടിയെ, ഓ ഇവിടെ ഒരുത്ത ഇങ്ങനെ കിടക്കണ കാര്യം മറന്നോടാ? നോ, ആര് മറന്നാലും എന്റെ സരോന്റെ പൊന്നച്ചനെ ഈ ശിവൻകുട്ടി മറക്കോ? എന്നാൽ ഒരു 100 രൂപ എനിക്ക് എന്നേച്ച് പോടാ. ഓക്കേ, അമ്മേ അച്ഛന് കൊടുക്ക്. അമ്മയും പിടിക്കുന്ന 100 രൂപ. സന്തോഷായി. സോറി. എന്നും എല്ലാരും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന എന്റെ പ്രാർത്ഥന. നീ രാമുവിന്റെ പെങ്ങളല്ലേ? അതെ. രാമു എവിടെ? കൊച്ചേട്ടൻ ജോലിക്ക് പോയി. എവിടാ? സെന്ററില്. അവനോട് ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ പോണം. അതെങ്ങനെ അവനെ ഒന്ന് അറിയിക്കുന്നേ? ഞാൻ പോയി പറയാം. മേസ്തിരി അടുത്ത് ഞാൻ ഒരു കത്ത് കൊടുത്തു വിടാം. അത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓ, ആരാ അത്? നമ്മുടെ ഭവാനി അമ്മയുടെ മോളാ. ഓ, അന്ന് വന്ന ബ്ലൈൻഡിന്റെ സിസ്റ്റർ അല്ലേ? അതെ. മറ്റേ കുട്ടി? അത് ഏതാ കുട്ടി? എന്റെ കൂട്ടുകാരത്തിയാ, ലക്ഷ്മി. എവിടുത്തെയാ? ഇലഞ്ഞിപ്പോയില്ലേ? ഓ, നമ്മുടെ കല്യാണമ്മയുടെ മോളോ? ആ. ആ കുട്ടി ഊമയാ. അയ്യോ പാവം, മിടുക്കി കുട്ടിയല്ലേ? ഇവളുടെ അച്ഛൻ ലോറി തടി കയറ്റിക്കൊണ്ടിരുന്നപ്പോ കയറ് പൊട്ടി തടി വീണ് മരിച്ചതാ. ഓ മൈ ഗോഡ്. ഫേറ്റ്. തോമാച്ചനി നാട്ടുകാരുടെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും കാണാപ്പാടമാണല്ലോ. കണ്ണു പരിശോധിക്കുന്ന ഡോക്ടറെ കാണുന്ന കാര്യത്തിനാ. കൊച്ചാട്ടന് കാഴ്ച കിട്ടിയ നിന്റെ ഭാഗ്യ. പ്രാർത്ഥിച്ചോ. എന്നിട്ട് വേണം